നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 12 ചൊവ്വാഴ്ച, കുംഭം 28. വിശദമായ വാർത്തകൾ നോക്കാം. പൌരത്വ നിയമ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ LDFും UDFും നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് LDF ഇന്ന് രാവിലെ 11 മണിക്ക് പ്രതിഷേധ റാലി സംഘടിപ്പിക്കും. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് പ്രതിഷേധ റാലി ആരംഭിക്കുക. കോൺഗ്രസ് മണ്ഡല തലങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കും. വിജ്ഞാപനത്തിന് എതിരെ ഇന്നലെ തലസ്ഥാനത്ത് പ്രതിഷേധിച്ച 102 പേർക്കെതിരെ കേസ് മ്യൂസിയം പോലീസ് എടുത്തിരുന്നു. രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച വെൽഫെയർ പാർട്ടി, ഫ്രറ്റേണിറ്റി പ്രവർത്തകർക്കെതിരെയാണ് കേസ്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. വിവരങ്ങളുമായി AV ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനം വന്നതിന് പുറമെ വലിയ പ്രതിഷേധമാണ് രാജ്യത്തൊട്ടാകെ നടന്നത്. ഇന്നലെ സംസ്ഥാനത്തും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏത് തരത്തിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്? അതായത് പ്രതിപക്ഷ പാർട്ടികൾ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്ത് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇന്ന് LDFും UDFും സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ കൊച്ചിയിലും കോഴിക്കോടും ട്രെയിൻ ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചിരുന്നു. സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇന്നും ഉണ്ടാകും. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇത്തരത്തിൽ പരസ്യ പ്രതിഷേധങ്ങൾ ശക്തമായി നടത്താൻ തന്നെയാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. ഇത്തരത്തിൽ ഉള്ള നിയമം അനുവദിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. 2019 സമാനമായ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തുമെന്ന യുവജന സംഘടനകളും വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും ഏത് തരത്തിൽ പ്രതിഷേധം കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനമെടുക്കുക. കാരണം ഇന്നലെ രാത്രിയോടെയാണ് വിജ്ഞാപനം ഇറങ്ങിയത്. അതിനുശേഷമുള്ള ചില പ്രതിഷേധങ്ങളാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടത്. ഇനി കൂടുതൽ ആലോചനകൾക്ക് ശേഷം പ്രതിഷേധം സംസ്ഥാന തലത്തിൽ തന്നെ വ്യാപിപ്പിക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. എന്തായാലും കേരളത്തിൽ ഉൾപ്പെടെ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇന്നലെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയ ഫ്രറ്റേണിറ്റി വെൽഫെയർ പാർട്ടി പ്രവർത്തകർക്കെതിരെ 102 പ്രവർത്തകർക്കെതിരെ ഇന്നലെ മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു. MSF പ്രവർത്തകർക്കെതിരെയും സമാനമായ രീതിയിൽ രാജ്ഭവൻ മാർച്ചിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. വിശ്വാസികൾക്കിനി വ്രതശുദ്ധിയുടെ നാളുകൾ. പരിശുദ്ധ റമദാൻ മാസം ഇന്ന് തുടങ്ങി. വിശ്വാസികൾക്ക് ഒരു മാസക്കാലത്തെ നോമ്പിന്റെ ആദ്യ ദിനം. ഖുർആൻ അവതരിച്ച പുണ്യമാസം. നോമ്പുനോറ്റ് പ്രാർത്ഥനയ്ക്കും സഹജീവികളോടുള്ള കാരുണ്യത്തിനും മാറ്റിവെക്കുന്ന മാസമാണ് റമദാൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇനി നോമ്പുകാലം. വിശ്വാസികൾക്ക് പരിശുദ്ധ റമദാൻ മാസം. ശഹബാൻ മാസം 29 പൂർത്തിയാക്കി മാനത്തുദിച്ച നിലാവാണ് പുണ്യമാസത്തെ ഇക്കുറി വരവേറ്റത്. ഇതോടെ ആത്മീയ നിർവൃതിയിലേക്ക് വഴിമാറുകയായിരുന്നു വിശ്വാസികൾ. ഉപവാസത്തിന്റെ പകലും ഉപാസനയുടെ രാവുമായി ഇനിയൊരു മാസക്കാലം. ഇസ്ലാം ജനതയ്ക്ക് ആത്മനവീകരണത്തിന്റെ മാസം കൂടിയാണിത്. തെറ്റുകൾ ഏറ്റുപറഞ്ഞു തിരുത്തിയും ഉള്ളവർ ഇല്ലാത്തവർക്ക് സക്കാത്തു നൽകി ചേർത്ത് പിടിച്ചും ഖുർആൻ പാരായണത്തിലൂടെ മൂല്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയുമെല്ലാം പുണ്യമാസം നീങ്ങും. എന്നാൽ ഖുർആൻ അവതീർണമായ മാസം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പുലർകാലത്തെ സുബൈ നമസ്കാരത്തോടെ ഉപവാസം തുടങ്ങും. അസർ നമസ്കാരം പിന്നിട്ട് മൂവന്തിയിലെ മഗ്രിബ് നമസ്കാരത്തോടെ നോമ്പു തുറക്കൽ. സൗഹൃദത്തിന്റെ പങ്കുവയ്ക്കൽ കൂടിയാണ് ഈ നോമ്പു തുറ. നോമ്പുകാലത്തു മാത്രമായുള്ള തറാവി നമസ്കാരവും റമദാന്റെ സവിശേഷതയാണ്. 17-ാം രാവും 27-ാം രാവും ബദറിന്റെ ഓർമ്മ പുതുക്കലും ലൈലത്തുൽ ഖദറുമായി പുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസക്കാലം. ഈ പുണ്യമാസത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പ്രത്യേകം വിശ്വാസികൾ ശ്രദ്ധിക്കണമെന്ന് പ്രമുഖ ഇസ്ലാം മത പണ്ഡിതൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ 24-നോട് പറഞ്ഞു. ജീവിതക്രമം ജനങ്ങൾ എല്ലാവരും വ്രതമനുഷ്ഠിക്കുകയും അതോടൊപ്പം വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം നടത്തുകയും വേണം. അപ്രകാരം പാവപ്പെട്ടവർക്ക് കൂടുതൽ സഹായം ചെയ്തു കൊടുക്കുകയും അവരുമായി കൂടുതൽ അടുക്കുകയും വേണം. ഇസ്ലാം എന്ന അറബി പദത്തിന്റെ അർത്ഥം സമാധാനം എന്നതാണ്. റമദാൻ നൽകുന്ന സന്ദേശവും സമാധാനത്തിൻ്റെതാണ്. സൗഹൃദത്തിലൂടെയുള്ള ആത്മനവീകരണത്തിലൂടെയുള്ള സമാധാനം. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്.
തെരഞ്ഞെടുപ്പ് ബോണ്ട് വിവരങ്ങൾ നൽകാൻ SBIക്ക് സുപ്രീം കോടതി അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കും. വിവരങ്ങൾ നൽകാൻ കൂടുതൽ സമയം ചോദിച്ച SBIയുടെ ആവശ്യം സുപ്രീം കോടതി ഇന്നലെ തള്ളിയിരുന്നു. ഇന്ന് വൈകിട്ട് 5:30 മുൻപ് വിവരങ്ങൾ നൽകാനാണ് കർശന നിർദ്ദേശം. വെള്ളിയാഴ്ച വൈകിട്ട് 5-നകം ഇത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജൂൺ വരെ സമയം തേടിയ SBIയെ ഇന്നലെ കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഇടുക്കി ജില്ലയിലെ വന്യജീവി ആക്രമണങ്ങൾ നേരിടാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇന്ന് സർവകക്ഷി യോഗം ചേരും. രാവിലെ 10 മണിക്ക് കളക്ടറേറ്റിലാണ് യോഗം. വനമന്ത്രി AK ശശീന്ദ്രൻ, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, MP-മാർ, MLA-മാർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വനം റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. 2 മാസത്തിനിടെ 5 പേർ ഇടുക്കിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സർവകക്ഷി യോഗം ചേരുന്നത്. വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിൽ പ്രത്യക്ഷ സമരവുമായി ഇടുക്കി രൂപത. വന്യജീവി ആക്രമണം തടയാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പൂപ്പാറയിൽ ഇന്ന് ബഹുജന റാലിയും യോഗവും സംഘടിപ്പിക്കും. 2 മാസത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ ജില്ലയിൽ 5 പേർ കൊല്ലപ്പെട്ടതോടെ വനം വകുപ്പിനെതിരെ രൂപത വൈദിക സമിതി പ്രമേയം പാസാക്കിയിരുന്നു. കാട്ടാന ആക്രമണം പതിവായ എസ്റ്റേറ്റ് പൂപ്പാറയിൽ നിന്ന് പൂപ്പാറ ടൗണിലേക്കാണ് ബഹുജന റാലി നടത്തുക. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. എറണാകുളം കോതമംഗലത്ത് ഓട്ടോറിക്ഷയിൽ മ്ലാവിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മാമലക്കണ്ടം സ്വദേശി പറമ്പിൽ വിജിൽ നാരായണനാണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിയുകയായിരുന്നു. വിഷ്ണു സുരേഷ് എറണാകുളത്ത് നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, സങ്കടകരമായ വാർത്തയാണ്. അപകടമുണ്ടായത് എങ്ങനെയാണ്? പ്രവിത, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. കോതമംഗലം എളമ്പാശ്ശേരി കുടിയിൽ ഒരാളുടെ കൈ മുറിഞ്ഞതിനെ തുടർന്നാണ് വിജിൽ അയാളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഓട്ടോയിൽ പോയത്. ഇതിനിടയിലാണ് ഈ ഓട്ടോയിലേക്ക് ഈ കളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മ്ലാവ് ഓട്ടോയിൽ വന്ന് ഇടിക്കുന്നത്. അവിടെ നിന്ന് നിയന്ത്രണം വിട്ട് ഓട്ടോ മറിയുകയായിരുന്നു. ഈ വണ്ടിയിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന മറ്റു 3 യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പക്ഷേ വിജിൽ ഓട്ടോറിക്ഷയുടെ അടിയിൽ പെട്ടുപോയി എന്നാണ് ലഭിക്കുന്ന വിവരം. തുടർന്ന് വിജിലിനെ വനവകുപ്പും അതോടൊപ്പം മറ്റ് വനവകുപ്പിലെ ജീവനക്കാരും അതോടൊപ്പം മറ്റ് ആളുകളും ചേർന്ന് ആദ്യം കോതമംഗലത്തെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ പിന്നീട് തുടർന്ന് വിദഗ്ധ ചികിത്സക്കായി എറണാകുളത്തേക്ക് കൊണ്ടുവന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പ്രവിത. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി നിധീഷിനെ ചോദ്യം ചെയ്തത് പോലീസ് തുടരുന്നു. 2 ദിവസങ്ങളിലായി നടത്തിയ തിരച്ചിലിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താനായില്ല. തൊഴുത്തിൽ കുഴിച്ചിട്ട മൃതദേഹം പിന്നീട് പുറത്തെടുത്ത് കത്തിച്ചുവെന്നാണ് നിധീഷ് പറയുന്നത്. മൃതദേഹാവശിഷ്ടം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത് ശരിയാണോ എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഇതിനായി നിധീഷിനെയും കൂട്ടാളി വിഷ്ണുവിനെയും വിഷ്ണുവിന്റെ മാതാവ് സുമയെയും സഹോദരിയെയും വിശദമായി ചോദ്യം ചെയ്യും. വിഷ്ണുവിനെയും സുമയെയും അറസ്റ്റ് ചെയ്യുന്നതിലും ഇന്ന് തീരുമാനമെടുക്കും. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിന് പിന്നാലെ അടച്ചിട്ട ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ ഘട്ടം ഘട്ടമായി തുറക്കും. ടൂറിസം മേഖലയെ നടപടി കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. ജില്ലാതല സമിതിയുടെ അവലോകന യോഗത്തിനു ശേഷം മന്ത്രി AK ശശീന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. കുറുവ ദ്വീപിൽ വനം വകുപ്പിലെ താൽക്കാലിക വാച്ചറായിരുന്ന പാക്കം സ്വദേശി പോളിന്റെ മരണത്തിന് പിന്നാലെയാണ് ജില്ലയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടാൻ വനം വകുപ്പ് തീരുമാനിച്ചത്. ഇതിനു പിന്നാലെ ഹൈക്കോടതി ഉത്തരവും വന്നു. വയനാടിന്റെ ടൂറിസം മേഖലയെ ഈ നടപടി സാരമായി ബാധിച്ചു. ഇന്നലെ ചേർന്ന ജില്ലാതല സമിതി അവലോകന യോഗം വിഷയം ചർച്ച ചെയ്തു. ഘട്ടം ഘട്ടമായി ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കാനാണ് തീരുമാനം. സാഹചര്യങ്ങൾ നോക്കി പടിപടിയായി നിയന്ത്രണ വിധേയമായി സന്ദർശകരെ അനുവദിക്കാൻ കഴിയുമെന്ന് പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹോട്ട്സ്പോട്ടുകൾ ആദ്യം തന്നെ പറ്റില്ല, ഒറ്റയടിക്കെല്ലാം തുറക്കാനും പറ്റില്ല. എന്നാൽ പതുക്കെ പതുക്കെ സാധാരണ ജീവിതത്തിലേക്ക് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം പടിപടിയായി ഒരുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാതല സമിതി അവലോകന യോഗത്തിൽ ബന്ദിപ്പൂരിലെ മന്ത്രിതല യോഗവും ചർച്ചയായി. തെരഞ്ഞെടുപ്പിന് ശേഷം ഇതിന്റെ തുടർ യോഗങ്ങളുണ്ടാകും. കേരളം ആതിഥ്യം വഹിക്കുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. 24 വയനാട്. വോട്ടുറപ്പിക്കാൻ മുന്നണികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BDJSന്റെ 2ാംഘട്ട സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. കോട്ടയം, ഇടുക്കി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുക. ഡൽഹിയിൽ വെച്ചായിരിക്കും പ്രഖ്യാപനം. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിച്ചേക്കും. റബ്ബറിന്റെ താങ്ങുവില ഉയർത്തണമെന്ന ആവശ്യം തുഷാർ വെള്ളാപ്പള്ളി BJP നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഉറപ്പു ലഭിച്ചാൽ സ്ഥാനാർത്ഥിയാകാമെന്നാണ് തുഷാറിന്റെ നിലപാട്. ഇതിനോടകം മതമേലധ്യക്ഷന്മാരെ നേരിൽ കണ്ട് തുഷാർ വെള്ളാപ്പള്ളി അനുഗ്രഹം തേടിയിരുന്നു. മാവേലിക്കര, ചാലക്കുടി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്.
കണ്ണൂർ മാഹി ബൈപ്പാസിനെ ചൊല്ലിയുള്ള അവകാശവാദങ്ങൾ മലബാറിൽ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലും പ്രധാന ചർച്ചാ വിഷയം ബൈപ്പാസ് തന്നെ. ക്രെഡിറ്റ് അവകാശപ്പെട്ട് 3 മുന്നണികളും രംഗത്തുണ്ട്. ഒരു റോഡ് 3 മുന്നണി 3 അവകാശവാദങ്ങൾ. ആറ്റിങ്ങൽ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമുയർത്തിയ പാർലമെന്റ് അംഗമാണ് അടൂർ പ്രകാശ്. ആ ദേശീയപാതകൾ മുഴുവൻ നിർമ്മിക്കുന്നത് ഇടതുപക്ഷമോ കോൺഗ്രസോ അല്ല, അത് മുഴുവൻ നിർമ്മിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. ഈ 2 സ്ഥാനാർത്ഥികളും പറയുന്നത് അസത്യമാണ്. ഈ 3 പേർക്കും ബൈപ്പാസ് ഒരു വജ്രായുധമാണ്, പ്രത്യേകിച്ച് വികസനം പ്രധാന ചർച്ചാ വിഷയമാകുമ്പോൾ. ദേശീയപാതകളുടെ നിർമ്മാണത്തിൻ്റെ സ്ഥലമെടുപ്പിൻ്റെ 25% സംസ്ഥാന സർക്കാർ വഹിക്കുന്നത്. അതിനുശേഷം ദേശീയപാതകളുടെ നിർമ്മാണം കഴിഞ്ഞാൽ വഴിയോരങ്ങളിൽ ഫ്ലക്സ് കെട്ടി ഞങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉത്തരം താങ്ങുന്ന പല്ലിയുടെ സ്വഭാവമാണ്. 5600 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കാൻ, നാഷണൽ ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കാൻ കൊടുത്തില്ലെങ്കിൽ ഈ പദ്ധതി എന്താവുമായിരുന്നു? ബൈപ്പാസ് എന്നൊരു സാധനം ഇല്ല. ഇത് നമ്മുടെ കാസർഗോഡിൻ്റെ അവിടെ തൊട്ട് ഇങ്ങോട്ട് തുടങ്ങി തിരുവനന്തപുരം വരെ അവസാനിക്കുന്ന നാഷണൽ ഹൈവേ ആണ്. ബൈപ്പാസ് മാത്രമല്ല, നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയും ബൈപ്പാസും പണി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചത്. ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ നിർമ്മാണം ഒരു സൈഡിൽ തകൃതിയായി നല്ല വടിപ്പായി നടക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് അവകാശപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ 3 മുന്നണികളും കൈപൊക്കുകയാണ്. ആറ്റിങ്ങൽ ടൗണിനെ ആ കുപ്പിക്കഴുത്തിൽ നിന്ന് പിടിച്ച് പുറത്തിടുന്നതിൽ ബൈപ്പാസിന് വലിയ പങ്കുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും. അവർ തന്നെ അതിനൊരു തീർപ്പുണ്ടാക്കട്ടെ. തിരുവനന്തപുരത്തു നിന്നും അജീഷ് ജയകുമാർ, 24. കഴിഞ്ഞ തവണ കാസർഗോഡ് ഇടതുകോട്ട തകർത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് സിറ്റിംഗ് എംപിയും UDF സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ. 5 വർഷക്കാലം മണ്ഡലത്തിൽ താൻ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയും. 2019 കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുമ്പോൾ സിനിമയിലും ചാനൽ ചർച്ചകളിലും കണ്ട മുഖം മാത്രമായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്നാൽ 5 വർഷത്തിനിപ്പുറം വീണ്ടും മത്സരത്തിനിറങ്ങുമ്പോൾ കാസർഗോഡിന് മുഖവരിയുടെ ആവശ്യമില്ലെന്നാണ് ഉണ്ണിത്താന്റെ വാദം. അന്ന് പല പേരുകൾ പരിഗണിച്ചാണ് രാജ്മോഹൻ ഉണ്ണിത്താനിലേക്ക് എത്തിയതെങ്കിൽ ഇത്തവണ കോൺഗ്രസിനും മറ്റൊരു പേരിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നില്ല. എൻഡോസൾഫാന്റെ ഇരകളോട് ഒരു നീതിയും പുലർത്താൻ ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ തയ്യാറായിട്ടില്ല. വിലക്കയറ്റം, ശമ്പളമില്ല, പെൻഷനില്ല, ക്ഷാമബദ്ധയില്ല, ക്ഷേമ പെൻഷനുകളില്ല. അപ്പം ജനങ്ങൾ ജീവിക്കാൻ കഴിയാതെ നട്ടം തിരിയാണ്, പൊറുതിമുട്ടുകയാണ്. ആ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കത്തില്ലെന്നാണോ നിങ്ങൾ തോന്നുന്നത്? കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമര ചരിത്രം തിരുത്തിയെഴുതാൻ ശ്രമിക്കുന്നു. അവർ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കുന്നു. ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി ഇന്ത്യയുടെ മതേതരത്വം അട്ടിമറിച്ച് ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു. വികസനം വോട്ടാകും. ഇത്തവണ തന്റെയും ഭാര്യയുടെയും വോട്ട് കാസർഗോഡ് മണ്ഡലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ വോട്ട് ആദ്യമായി അദ്ദേഹത്തിന് തന്നെ ചെയ്യുന്നുവെന്ന സന്തോഷവും UDF സ്ഥാനാർത്ഥിക്കുണ്ട്. എന്നെ നിങ്ങൾ MP ആക്കിയാൽ എന്നെ കാണാൻ നിങ്ങൾ തിരുവനന്തപുരത്തും കൊല്ലത്തും വരണ്ട, കാസർഗോഡ് സ്ഥിരമായി ഞാൻ താമസിക്കും 5 വർഷം. പിന്നെ എന്നെ കാണാൻ ആരുടെയും കത്തൊന്നും വേണ്ട, ശുപാർശ വേണ്ട, ഇടനിലക്കാർ വേണ്ട, മധ്യസ്ഥന്മാർ വേണ്ട. അവരെനിക്ക് വോട്ട് തന്ന് ജയിപ്പിച്ചു. ഞാൻ അവരോട് പറഞ്ഞ വാക്ക് പാലിച്ചു. 5 വർഷക്കാലവും ഞാനിവിടെ താമസിച്ചു. 40,438 വോട്ടിനായിരുന്നു കഴിഞ്ഞ തവണത്തെ വിജയം. ഇത്തവണ അത് ഇരട്ടിയാകുമെന്നാണ് സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ. 24 കാസർഗോഡ്. മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ നഗര ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കാൻ പ്രചാരണ വാഹനങ്ങൾ റെഡി. ദേശീയതലത്തിൽ തന്നെ NDAയുടെ പ്രധാന പ്രചാരണ രീതിയാണ് വീഡിയോ വാൻ. മണ്ഡലങ്ങളിലെ പ്രധാന കവലകളിൽ 20 മുതൽ 30 മിനിറ്റ് വരെ ബിഗ് സ്ക്രീനിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കും. LED സ്ക്രീൻ പിടിപ്പിച്ച പിക്കപ്പ് വാൻ. സ്ക്രീനിൽ നരേന്ദ്രമോദി നടപ്പിലാക്കിയ വികസന ക്ഷേമ പദ്ധതികളുടെ ലഘു വീഡിയോകൾ ശബ്ദത്തിന്റെ അകമ്പടിയോടെ. വാഹനത്തിൽ നരേന്ദ്രമോദിയുടെ ചിത്രം പതിപ്പിച്ചൊരൊറ്റ വാചകം, ഒരിക്കൽ കൂടി മോദി സർക്കാർ. തെരഞ്ഞെടുപ്പ് കാലത്തു മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും മോദി സന്ദേശം എത്തിക്കുക ദൗത്യം. ഇപ്പോഴും
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്ന നിരവധി പദ്ധതികൾ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും എത്തിയിട്ടില്ല. ഗ്രാമീണ മേഖലയിലുള്ള ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലെ വീഡിയോ വാൻ ആരതി ഒഴിഞ്ഞ് തേങ്ങ ഉടച്ച് ഫ്ലാഗ് ഓഫ് ചെയ്ത് ജില്ലാ പ്രസിഡന്റ്. ചില്ലറ വണ്ടിയല്ല ഇത്. വികസിത ഭാരത സങ്കല്പത്തിനായി ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ മോദിജിക്ക് നേരിട്ട് അയക്കാനുള്ള സംവിധാനവും വണ്ടിയിലുണ്ട്. അടുത്ത ഗവൺമെൻറ് ഏതൊക്കെ തരത്തിലാണ് പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുള്ള അവരുടെ നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ അതിനൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിലേക്ക് എഴുതിയിട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു ടീം ഇത് അനലൈസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പ്രകടന പത്രിക സംസ്ഥാന തലത്തിലും പാർലമെന്റ് മണ്ഡലം തലത്തിലും ദേശീയ തലത്തിലും രൂപം കൊടുക്കുമ്പോൾ ഇതിൽ നിന്നും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തും. ഈ നഗരവീഥികളെ പരവതാനിയാക്കി ഗ്രാമഗ്രാമാന്തരങ്ങളെ പുളകച്ചാർത്തടിയിച്ചതാ കടന്നു വരുന്നു. 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കായി 40 വീഡിയോ വാനുകൾ കേരളത്തിലെത്തും. അപ്പോ ഇത് കേരളത്തിൽ നിന്നല്ലേ? അല്ല, കേന്ദ്രത്തിൽ നിന്ന് നേരിട്ടുള്ള വരവാണ്. ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി? ടെൻഡർ വഴിയാണ് പ്രോജക്റ്റ് പിടിക്കുന്നത്. കേരളത്തിലുള്ള വണ്ടികളെല്ലാം കോയമ്പത്തൂർ നിന്നെത്തിയതാണ്. കോയമ്പത്തൂർ തുടിയാളൂർ സ്വദേശി അൻവറാണ് ഈ മോദി വണ്ടിയുടെ സാരഥി. கோயம்புத்தூர் வண்டி 4 வண்டி, மொத்தம் 8 வண்டி. ஒரு வண்டி திருச்சூர், ஒரு வண்டி கள்ளக்காடு, ஒரு வண்டி பாலக்காடு, ஒரு வண்டி திருவனந்தபுரம். கான்ட்ராக்டர் வண்டி 2 மாதம் ஃபுல்லாக ரவுண்டிங் தான். ரூட்டு தெரியாது. கூட ஒரு ஆள் அமுச்சு விட்டார். இதேமாதிரி அப்புறம் அமுச்சு விட்டாருன்னா பெஸ்ட்டாக இருக்கும். எனக்கு இல்லைன்னா கொஞ்சம் കഷ്ടமாக இருக்கும். 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നേരം ഒരു കവലയിൽ പ്രദർശനം. അങ്ങനെ ദിവസേന 20 കവലകൾ വരെ കവർ ചെയ്യും. ആരതി ഒഴിഞ്ഞ് തേങ്ങ ഉടച്ചു വിട്ടതിന് ഫലമുണ്ടാകാതെ പിന്നെ ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യത. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നോക്കാമനി ഇപ്പോൾ കിട്ടിയത്. എറണാകുളം കോതമംഗലത്ത് ഓട്ടോറിക്ഷയിൽ മ്ലാവിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് മാമലക്കണ്ടം സ്വദേശി വിജിൽ നാരായണൻ. അപകടം ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും രാജസ്ഥാനും സന്ദർശിക്കും. രാജസ്ഥാനിലെ പൊഖ്രാനിൽ സേനാ വിഭാഗങ്ങൾ സംഘടിപ്പിക്കുന്ന ഭാരത് ശക്തി അഭ്യാസത്തിന് പ്രധാനമന്ത്രി സാക്ഷ്യം വഹിക്കും. അഹമ്മദാബാദിൽ 85,000 കോടി രൂപയുടെ റെയിൽവേ നാടിന് സമർപ്പിക്കും. അണ്വായുധ പ്രഹരശേഷിയുള്ള ഇന്ത്യയുടെ അഗ്നി 5 മിസൈൽ പരീക്ഷണം നിരീക്ഷിച്ച് ചൈന. ചൈനയുടെ നിരീക്ഷണ കപ്പലുകൾ ഇന്ത്യയുടെ അതിർത്തി മേഖലയിലും മാലദ്വീപ് തീരത്തും എത്തി. മിസൈലിന്റെ ശേഷി കനത്ത വെല്ലുവിളിയാണെന്ന വിലയിരുത്തലിൽ ചൈന. ഇതോടെ പ്രഭാത വാർത്തകൾ പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.